അമേരിക്കൻ സൈനികർ ഇറാനെ ഭയക്കുന്നു. അമേരിക്കയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് സൈനികവും തന്ത്രപരവുമായ ചില ആശങ്കകളാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെടിക്കൊപ്പുകളുടെ കുറവാണ്. വെനിസ്വേലയിൽ കൂത്താടിയ പോലെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തൊണ്ടുപൊളിച്ച് വായിലേക്കിടാൻ ഇറാനെ കിട്ടില്ല. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നീണ്ട നാളത്തെ യുദ്ധം തന്നെ വേണ്ടിവരും. അതിന് മതിയായ അളവിൽ അമേരിക്കയിൽ ഇപ്പോൾ ആയുധങ്ങളില്ല. ആയുധങ്ങളിൽ ഗണ്യമായ പങ്കും ഉക്രൈനും ഇസ്രായേലിനും മറ്റു രാജ്യങ്ങൾക്കുമായി നൽകിക്കഴിഞ്ഞു. അതിനേക്കാൾ വലിയ വിഷമം ഇസ്രായേൽ ഒഴികെയുള്ള മറ്റ് പ്രധാന സഖ്യകക്ഷികൾ ഇറാന്റെ കാര്യത്തിൽ അമേരിക്കയെ നേരിട്ട് പിന്തുണക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ്. അറബ് രാജ്യങ്ങൾ മാത്രമല്ല, ബ്രിട്ടൻ വരെ യുദ്ധത്തെ അംഗീകരിക്കുന്നില്ല. ഇറാനിൽ ആക്രമണം പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നിനു പകരം അമേരിക്കയെ ഒരു നീണ്ട യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കാനുള്ള സാധ്യതയെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി മിഡിൽ ഈസ്റ്റിലെ വിവിധ താവളങ്ങളിലായി ഏകദേശം 30,000 മുതൽ 40,000 വരെ അമേരിക്കൻ സൈനികരുണ്ട്. ഇറാന്റെ തിരിച്ചടി ഉണ്ടായാൽ ഈ സൈനികരുടെ ജീവൻ അപകടത്തിലാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇറാന്റെ കയ്യിലുണ്ട്. എത്ര പ്രതിരോധിക്കാൻ കഴിഞ്ഞാലും വലിയ തോതിലുള്ള സൈനിക നഷ്ടം അമേരിക്കക്കുണ്ടാകും. കഴിഞ്ഞ തവണ ഖത്തറിലേക്ക് മിസൈൽ അയച്ച അഡ്ജസ്റ്റ്മെന്റിൽ ഈ യുദ്ധം അവസാനിക്കില്ല. അമേരിക്കൻ പൗരന്മാരുടെ വലിയ തോതിലുള്ള നഷ്ടം ഒരു അനാവശ്യ യുദ്ധത്തിനുണ്ടാവുക എന്നത് അമേരിക്കൻ ജനതയ്ക്ക് സങ്കല്പിക്കാനാവില്ല. ഇത്രയൊക്കെ ആശങ്കകൾ ഇറാൻ യുദ്ധത്തിൽ കെയ്നർ പങ്കുവെക്കുന്നുണ്ടെങ്കിലും ട്രംപ് യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടിൽ തന്നെയാണ്. കാരണം അയാൾ വീണ്ടും വിചാരമില്ലാത്ത ഒരു പ്രസിഡന്റാണ് അമേരിക്കയ്ക്ക്.